ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫി ഫസ്റ്റ് ലെസൺ ആരംഭിക്കുന്നത് തന്നെ സീസൺ ആൻഡ് ടൈം. നമ്മൾ എന്താണ് സീസൺസ്, ഈ സീസൺസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇനി അതുപോലെ തന്നെ ദ സൺ ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ, സൂര്യൻ്റെ അയനം എങ്ങോട്ടേക്കാണ് എന്നുള്ള ഭാഗവുമായിട്ടാണ് ഈ ക്ലാസ് പോകുന്നത്. വൈ സീസൺ ഈസ് ചേഞ്ച്, എന്താണ് ഇങ്ങനെ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ദ വേരിയേഷൻ ഇൻ എമൗണ്ട് ഓഫ് സൺഷൈൻ ആർ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ ഡിഫറെൻറ്റ് സീസൺസ്. അതായത് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. വാട്ട് ഈസ് റിവല്യൂഷൻ? ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദാറ്റ് എർത്ത് ഈസ് റിവോൾവ് അറൗണ്ട് ദി സൺ ഈസ് നോൺ ആസ് എ റിവല്യൂഷൻ. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാതയിലൂടെയാണ് സൂര്യൻ, അതായത് ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നത്. ഇതിനെ പരിക്രമണം എന്ന പേരിലാണ് നാം അറിയപ്പെടുന്നത്. ഇനി എന്താണ് പരേലിസം ഓഫ് ദിസ് ആക്സിസ്? ദ പരേലിസം ഓഫ് എ എർത്ത് ആക്സിസ്. ദ എർത്ത് ഈസ് എ ടിൽറ്റ് ആൻഡ് ആംഗിൾ ഓഫ് എ 66.5 degree from the orbital plane. If the measured from the vertical plane would be 23.5 degree. The earth maintained this through this revolution is known as a parallelism of this axis. ഭൂമിക്ക് അതിൻ്റെ അച്ചുതണ്ടിന് പരിക്രമണ വേളയിൽ 66 ഡിഗ്രി ചെരിവുണ്ട്. എന്നാൽ ഇത് ലംബതലത്തിൽ നിന്ന് കണക്കാക്കുമ്പോൾ 23.5 ഡിഗ്രിയാണ്. അപ്പോൾ പരിക്രമണ വേളയിലുള്ള ഈ ചെരിവിനെ നിലനിർത്തുന്നതിനെയാണ് സമാന്തരത എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന്. The distance between Earth and Sun will vary the continuous throughout the period of a one revolution. The days Sun and the Earth nearest and farthest of the day is called perihelion and aphelion. ഒരു പരിക്രമണ കാലയളവിൽ സൂര്യൻ ഭൂമിയിൽ നിന്നുള്ള അകലത്തിൽ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനങ്ങളും ഉണ്ടാവാം, അകന്നു പോകുന്ന ദിനവും ഉണ്ടാകാം. ഇതിനെ സൂര്യ സമീപകം എന്നും സൂര്യോച്ചം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. ഇനി എന്താണ് സൂര്യൻ്റെ അയനം എന്ന് പറഞ്ഞാൽ? ദ പൊസിഷൻ ഓഫ് ദി സൺ റിലേഷൻ ടു ദി എർത്ത് വേരിയസ് അപ്പാരൻ്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദിസ് ഈസ് നോൺ ആസ് എ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. പരിക്രമണ കാലയളവിൽ സൂര്യൻ്റെ സ്ഥാനത്തിൽ മാറ്റം ഉണ്ടാകുന്നു. സൂര്യൻ ഉത്തരായണ രേഖയിലും ദക്ഷിണായന രേഖയ്ക്കും ആപേക്ഷികമായ സ്ഥാനമാറ്റം, ഇതിനെ സൂര്യൻ്റെ അയനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ ഡ്യൂ ടു ദി ഇൻക്ലിനേഷൻ ഓഫ് ആക്സിസ് ദ റീസൺ ഫോർ ദ ഒക്കോറൻസ് ഓഫ് ദി സീസൺ. അച്ചുതണ്ടിൻ്റെ ചെരിവ് മൂലമുള്ള സൂര്യൻ്റെ ഈ അയനമാണ് ഋതുഭേദങ്ങൾക്കും കാരണമാകുന്നത് എന്ന്. ഇനി എങ്ങനെയാണ് സൂര്യൻ്റെ ഈ മാറ്റങ്ങളിലേക്ക് പോകുന്നത്? March 21 onwards, the sun apparently shifted from the equator northwards and reached vertically over the Tropic of Cancer. The day is known as a summer solstice. In the northern hemisphere, this longest day and shortest night. മാർച്ച് 21 മുതൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായണ ഗോളത്തിലേക്ക് നീങ്ങുന്നു. ജൂൺ 21 ഉത്തരായണ രേഖയ്ക്ക് നേർമുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. ഇതിനെ ഗ്രീഷ്മ അയാനന്ദ ദിനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി വാട്ട് ഈസ് വിൻ്റർ സോൾട്ടിക്സ്? എന്താണ് വിൻ്റർ സോൾട്ടിക്സ് എന്ന് പറഞ്ഞാൽ? ദ സൺ കണ്ടിന്യൂസ് ഇറ്റ് സദേൺ വാർഡ്. ദ അപ്പാരൻറ്റ് ഷിഫ്റ്റഡ് ഫ്രം ദ ഇക്വേറ്റർ ഫ്രം 23 September and reach vertically above the Tropic of Capricorn on 22 December. The day is known as a winter solstice. മധ്യരേഖയിൽ നിന്ന്, അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുന്നു. ഈ ദിനത്തെയാണ് ശൈത്യ അയന്ത ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന്. ഇനി പ്രത്യേക ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. നമുക്കറിയാം സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ ആൻഡ് വിൻ്റർ സീസൺ. സീസണിലേക്കാണ് പോകുന്നത്. വാട്ട് ഈസ് സ്പ്രിംഗ് സീസൺ? എന്താണ് വസന്തകാലം എന്ന് പറഞ്ഞാൽ? ദ നോർത്തേൺ ഹെമിസ്ഫയർ
generally experience spring season between 21 March to 21 June. Spring season is a transition from winter to summer. The plant is a spotting is mango tree, blooming and jackfruit trees and bearing buds. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ വസന്തകാലം വരുമ്പോൾ അവിടെ ആ സമയത്താണ് മാവുകൾ പൂക്കുന്നതും പുഷ്പിക്കുന്നതും കായ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഓട്ടം സീസൺ ഈസ് മാർക്ക്ഡ് ട്രാൻസിഷൻ ഫ്രം severity the sum and towards the winter. During the period atmospheric temperature decreases and shortening of the day and lengthening of the night. During this period, this is season during which generally shed their leaves. The shedding of the leaves in a from one the adaptation of survey from this forthcoming day in the winter. വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് ശൈത്യത്തിലേക്കുള്ള ഈ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഹേമന്തകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയുകയും പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. മരങ്ങൾ പൊതുവെ ഇലപൊഴിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. വരാനിരിക്കുന്ന ഒരു വരണ്ട കാലത്തെ അതിജീവിക്കാൻ സസ്യങ്ങൾ തയ്യാറെടുക്കുന്നതാണ് ഇതിന് കാരണം എന്ന്. വാട്ട് ഈസ് ഉത്തരായണം ആൻഡ് ദക്ഷിണായണം? എന്താണ് ഉത്തരായണം ദക്ഷിണായണം എന്ന് പറഞ്ഞാൽ എന്ന്? ദ വിൻ്റർ സോൾട്ടിക്സ് സൺസെറ്റ് ഇൻ ദി നോർത്ത് വാർഡ്സ് ദ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23½ സൗത്ത് ആൻഡ് the culmination of the Tropic of Cancer 23½ north on June 21. This north wind or northwards apparent movement of the sun from the Tropic of Capricorn and Tropic of Cancer, this term as a Uttarayanam. The winter solstice സമയത്താണ് നമ്മുടെ സൂര്യൻ്റെ അയനം 23½ സൗത്തിൽ നിന്ന് 23½ നോർത്തിലേക്കുള്ള ഒരു കാലഘട്ടം കടന്നു പോകുന്നത്. ഇതിനെയാണ് നമ്മൾ ഉത്തരായണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ സമ്മർ സോൾട്ടിക്സ് സൺസെറ്റ് സദേൺവാർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഫ്രം ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23½ സൗത്ത് on December 22. The southernwards apparent movement of sun from the Tropic of Cancer and Tropic of Capricorn is termed as a Dakshinayanam. The people of which Indian state consists the sunrise equal. ഇനി ഇവിടുന്ന് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സമ്മർ സോൾട്ടിക്സിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ ഓഫ് എ സൺ 23½ നിന്നും ഡിസംബർ 22 തുടങ്ങുന്നത്. അത് ഒരു ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇതിന് ദക്ഷിണായനം എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്ന്. ഇനി ഗ്രീൻവിച്ച് ടൈം ആൻഡ് ടൈം സോൺസ് എന്താണ് എന്നാണ്. ദ 0° ലോങ്റ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ് ദ ഗ്രീൻവിച്ച് മെറിഡിയൻ. ദ റോയൽ ബ്രിട്ടീഷ് ഒബ്സർവേറ്ററി ഈസ് സിറ്റുവേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദി ഗ്രീൻവിച്ച് ലൈൻ. ഹെൻസ് ദ ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് എ പ്രൈം മെറിഡിയൻ. ദ വേൾഡ് ഡിവൈഡഡ് ഇൻടു 24 ടൈം സോൺസ്. ഈച്ച് ടൈം ഈസ് നോൺ ആസ് ദ ഗ്രീൻവിച്ച് ടൈം എന്ന്. അതായത് 0 രേഖാംശ രേഖയെ ഗ്രീൻവിച്ച് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ രാജ്യത്തിലൂടെ ഇത് കടന്നു പോകുന്നത് കൊണ്ട് കണക്കാക്കപ്പെടുന്നത് ഇത് ടൈം സോൺ ആയിട്ടാണ് എല്ലാവരും കണക്കാക്കപ്പെടുന്നത് എന്ന്. 0° ആണ് ഗ്രീൻവിച്ച് ലൈനിലൂടെ കടന്നു പോകുന്നത്. ദ ലോക്കൽ ടൈം അറ്റ് ദി longitude that the passes through the middle of the country is selected as a common time for the whole country. The each country in the world consider as a longitude it is middle the standard meridian. രാജ്യങ്ങളുടെ കേന്ദ്രഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖാംശ രേഖയെ പ്രാദേശിക സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് മുഴുവനും പൊതുസമയമായി കണക്കാക്കപ്പെടുന്നത് ഈ ടൈം സോണിനെയാണ്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് കണക്കാക്കപ്പെടുന്നത് എന്നും. അപ്പോൾ ഒരു രാജ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെയാണ് കണക്കാക്കി ഗ്രീൻവിച്ച് ടൈമായി കണക്കാക്കപ്പെടുന്നത് എന്ന്. The longitudinal extent of India is from the 68° east and 97° east. The 82½ east longitude which passes longitude standard meridian at the index.
The local time along the longitude generally considered as a standard time in India. This is known as a Indian Standard Time. നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കപ്പെടുന്നത് 82.5 പൂർവ്വരേഖാംശത്തെയാണ് ഇന്ത്യയുടെ സമയമേഖലയായി കണക്കാക്കപ്പെടുന്നത്. ഈ സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നമുക്കൊരു ഇമാജിനറി ലൈനുണ്ട്. ദിസ് ഇമാജിനറി ലൈൻ ഈസ് നോൺ ആസ് എ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഒരു സാങ്കല്പിക രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ടൈം സോൺ കണക്കാക്കപ്പെടുന്നത് നമ്മൾ 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റാണ് എടുക്കുന്ന ടൈം. അപ്പോൾ 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ടൈം സോൺ കണക്കാക്കപ്പെടുന്നത്. എല്ലാവരും ഗ്ലോബ് വരച്ച് ആ 0 ഡിഗ്രി ഇക്വേറ്റർ, 23 ഹാഫ് ഡിഗ്രി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതെല്ലാം അടയാളപ്പെടുത്തി ഭംഗിയായി ഗ്ലോബ് അനലൈസ് ചെയ്ത് വേണം ഇത് പഠിക്കുവാൻ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഗ്ലോബ് അനലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അത് കണക്കാക്കാൻ പറ്റും. മാത്രമല്ല ടൈം സോണിലേക്ക് വരുമ്പോൾ നമ്മൾ മാർച്ച് 21 എന്നൊക്കെ പറയുന്നത് ബോർഡായിട്ടാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. അത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മൈൻഡിലേക്ക് അത് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇതോടുകൂടി നമ്മുടെ ജോഗ്രഫീൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാ കുട്ടികളും ഇത് പഠിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എല്ലാ മക്കളും ഇത് വായിച്ചു പഠിക്കുക, മനസ്സിലാക്കിയെടുക്കുക. മറ്റൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.